സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് കുറേയധികം ഇന്ത്യയിലുണ്ട്, സബ് ബ്രാൻഡ്സ് ആയിട്ടും മറ്റുമൊക്കെ. പല ബ്രാൻഡ്സിനും കുറേ പ്രത്യേകതകളുണ്ട്, ഗുണങ്ങളായിട്ടും പോരായ്മകളായിട്ടും. ഇങ്ങനെ ഇന്ത്യയിൽ മെയിനായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സിനെ നമുക്ക് റിവ്യൂ ചെയ്യാം. ആദ്യം നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ കിങ് ആയ സാംസങ്ങിനെ കുറിച്ച് പറയാം. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസൊക്കെ അടിപൊളി ഫോൺസാണ്. സാംസങ് S22 Ultra ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ബെസ്റ്റ് ക്യാമറാസ്, പെർഫോമൻസ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളി ഫോണാണ്. അതുപോലെ 4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് സാംസങ് ആണ്. ഓവറോൾ ഒരു ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് സാംസങ് S22 Ultra, അതുപോലെ തന്നെ സാംസങ് S22. അങ്ങനെ വരുന്ന സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസൊക്കെ അടിപൊളിയാണ്. സാംസങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ലേറ്റസ്റ്റ് ഫോൺസിനും ആൻഡ്രോയിഡ് 13 അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മിഡ് റേഞ്ച് ഫോൺസിൻ്റെ കാര്യം പറയുമ്പോൾ സാംസങ്ങിൽ അത്ര വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നോർമലായിട്ടുള്ള ആവറേജ് ഫോൺസ് മാത്രമാണ് സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് മിഡ് റേഞ്ച് ഫോൺസ് വന്നിട്ടുള്ളത്. അടുത്തത് ഓപ്പോ ആൻഡ് വിവോ. വിവോ ഫോൺസൊക്കെ ഏകദേശം ഒരേപോലെയാണ്, അതുകൊണ്ട് നമുക്ക് സെയിം ആയിട്ട് പറയാം. ഓപ്പോ ആണെങ്കിലും വിവോ ആണെങ്കിലും സാംസങ്ങിനെ പോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. വിവോ X80 Pro ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസായിട്ടും ഐഫോൺസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ബെസ്റ്റ് ക്യാമറാസ് വിവോ X80 Proയിൽ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഓപ്പോ ഫോൺസിൽ വരുമ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെ പല എക്സ്പെരിമെൻറ്റും നടത്തിയിട്ടുള്ള ഫോൺസ് വരുന്നുണ്ട്. നമ്മൾ ഫോണിൽ വന്നിട്ടുള്ള പല ഇന്നോവേഷൻസും ആദ്യം കൊണ്ടുവന്ന ബ്രാൻഡ് ഓപ്പോ ആണ്. ഓപ്പോ ഫൈൻ സീരീസിലും അങ്ങനെ പല സീരീസിലായിട്ട് പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫോൺസ് വരുന്നുണ്ട്. പക്ഷേ ഓപ്പോ ആൻഡ് വിവോ സാംസങ്ങിനെ പോലെ തന്നെ മിഡ് റേഞ്ച് ഫോൺസിൻ്റെ കാര്യത്തിൽ അത്ര അടിപൊളി ഫോൺസൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു ആവറേജ് ഫോൺസ് മാത്രമാണ് വരുന്നത്. അടുത്തത് IQ. ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് വരുന്ന ബ്രാൻഡ്സാണ് IQ ഫോൺസ്. ഗെയിമിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് IQ ഫോൺസ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം, ഒരു ആവറേജ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് IQ ഫോൺസിൽ കിട്ടുന്നുള്ളൂ. ബ്ലോഡ് വെയേഴ്സ് വരുന്നുണ്ട്, ആഡ്സ് വരുന്നുണ്ട്. ഓവറോൾ ഒരു ആവറേജ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഗെയിമിങ്ങിൻ്റെ പോലെ തന്നെ IQ പുറത്തിറക്കിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിനും നല്ല ക്യാമറ ക്വാളിറ്റിയും വരുന്നുണ്ട്. സോ ക്യാമറ ക്വാളിറ്റിയും ഗെയിമിംഗ് പെർഫോമൻസും നോക്കുമ്പോൾ IQ ഫോൺസ് അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത IQ Neo 6 30,000 റുപ്പീസ് റേഞ്ചിൽ ഇപ്പോഴും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫോൺസിലൊന്നാണ് IQ Neo 6. സോ ഓവറോൾ ഗെയിമിങ്ങിലും ക്യാമറയിലും അടിപൊളി ഫോൺസാണ് IQ. പണ്ട് OnePlus ഒക്കെ ചെയ്ത പോലെ ചെറിയ പ്രൈസിന് ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസും ക്യാമറയും തരുന്ന ഫോൺസാണ് ഇപ്പോൾ IQയിൽ വരുന്നത്. സോ ഇപ്പോൾ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാൻ പറ്റുന്ന ബ്രാൻഡാണ് IQ. OnePlusൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ്. ഈ കുറച്ച് വർഷങ്ങളായിട്ട് കുറേ ബാഡ് ഡിസിഷൻസ് OnePlus എടുത്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കളർ ഓയിസും ഓക്സിജൻ ഓയിസും ആയിട്ട് മെർജ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മോശം എന്നല്ല, പക്ഷേ ഓക്സിജൻ ഓയിസിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് അധികം സോഫ്റ്റ്വെയർസിലും കിട്ടിയിട്ടില്ല. OnePlusൻ്റെ ഒരു മെയിൻ സെല്ലിംഗ് പോയിന്റ് ആയിരുന്നു കളർ വോയിസ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു യുണീക്ക് ആയിട്ടുള്ള വോയിസ്, സ്റ്റോക്ക് ആൻഡ്രോയിഡായിട്ട് അടുത്ത് നിൽക്കുന്ന ആ ഒരു ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പോൾ കിട്ടില്ല. അതുപോലെ തന്നെ OnePlusൻ്റെ ഫോൺസിന് നല്ല രീതിയിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. നമുക്കൊരു സാധാരണക്കാരന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൈസ് അല്ല ഇപ്പോൾ OnePlusന് വരുന്നത്. വളരെ എക്സ്പെൻസീവ് ആണ്. സോ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നുള്ള പേര് നമുക്കിപ്പോൾ OnePlusന് കൊടുക്കാൻ പറ്റില്ല. ആ പേര് OnePlusൻ്റെ കയ്യിൽ നിന്ന് IQ കൊടുത്തിട്ടുണ്ട്. പിന്നെ OnePlusൻ്റെ മിഡ് റേഞ്ച് ഫോൺസ് എന്ന് പറയുമ്പോൾ നോർമൽ ഫോൺസാണ്. നമുക്ക് OnePlusൻ്റെ ആ ഒരു യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും മിഡ് റേഞ്ച് ഫോൺസിലില്ല. കൂടുതൽ OnePlus ഫോൺസും റിയൽമി ഫോൺസ് റീബ്രാൻഡ് ചെയ്തിട്ട്, റിയൽമി ഫോൺസും ഓപ്പോ ഫോൺസും ഒക്കെ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ഫോൺസാണ് OnePlus Nord സീരീസിൽ വരുന്ന ഫോൺസ്. സോ അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഈ നോട്ട് ഫോൺസ് ആണെങ്കിലും പല OnePlusൻ്റെ ഫോൺസും 2022 തുടക്കത്തിൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ OnePlus അത്ര ഒരു നല്ല രീതിയിലല്ല ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഭാവിയിൽ ഇതൊക്കെ ശരിയാക്കിയിട്ട് നല്ല രീതിയിൽ വരും എന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. റിയൽമി ഫോൺസ് പേഴ്സണലി എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫോൺസാണ്. കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണ് Realme XT കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 3-3.5 വർഷത്തോളം ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. വളരെ സ്മൂത്തായിട്ടെന്ന് പറയാൻ പറ്റില്ല, ചില സമയത്ത് ലാഗ് വരുന്നുണ്ട്. ബാറ്ററി ലൈഫ് മോശമായിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്യാമറ ക്വാളിറ്റി ആണെങ്കിലും ഇപ്പോഴും ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഇപ്പോഴും ഇതിനുണ്ട്. സോ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. സോ റിയൽമി ഫോൺസ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഫോൺസാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഫോൺസാണ് റിയൽമി ഫോൺസ്. കംപ്ലൈൻസ് പൊതുവെ കുറവാണ്. കാരണം ഞാൻ ഈ ഫോൺ മാത്രമല്ല, റിയൽമിയുടെ ഒരു 3-4 ഫോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫോൺസിനൊന്നും നമുക്കങ്ങനെ കംപ്ലൈൻസും കാര്യങ്ങളും വന്നിട്ടില്ല. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ബ്രാൻഡ്സിൻ്റെയും പല ഫോൺസിനും പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കുറേയധികം 5G ഫോൺസ് ഈ ഇയറിൽ റിയൽമി പുറത്തിറക്കിയിട്ടുണ്ട്. റിയൽമിയുടെ കുറേ 5G ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും റിയൽമി ഫോൺസിൽ കിട്ടുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന സമയത്ത് ചെറിയ ബ്ലോഡ് വെയേഴ്സ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലും അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഓൾഡ് ഫോണിൽ തന്നെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോഴും കുറച്ചൊക്കെ കിട്ടാറുണ്ട് വല്ലപ്പോഴും ഒക്കെ.
സോ ഒരു ആവറേജ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ബ്രാൻഡാണ് നത്തിങ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബ്രാൻഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നത്തിങ് ഫോൺ 1ൻ്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ അത്യാവശ്യം ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈന്, ബാക്കിൽ ലൈറ്റ് വരുന്ന ഡിസൈന്, അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈന് നമുക്ക് നത്തിങ് ഫോണിലാണെങ്കിലും നത്തിങ്ങിൻ്റെ ഇയർഫോൺസ് പല കാര്യങ്ങളും വരുന്നുണ്ട്. നത്തിങ്ങിൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയണം. നത്തിങ്ങിൻ്റെ ഫോറം എടുത്ത് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്, സോഫ്റ്റ്വെയർ കംപ്ലയിൻസ് ഒക്കെ പറയുന്ന സമയത്ത് ആ കംപ്ലയിൻസ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ശരിയാക്കാൻ നത്തിങ് ശ്രമിക്കുന്നുണ്ട്. പുതിയൊരു ബ്രാൻഡ് എന്നുള്ള നിലക്ക് പല ബഗ്സും കാര്യങ്ങളും നത്തിങ് ഫോൺസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ശരിയാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നത്തിങ് സോൾവ് ചെയ്തു. ഒരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ടാവാം ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻ കസ്റ്റമേഴ്സായിട്ട് നത്തിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ നത്തിങ് ഫോൺസിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു ഫോൺ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ നത്തിങ് ഫോൺ 1 കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇറങ്ങിയ സമയത്ത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അതിനേക്കാൾ ഫീച്ചേഴ്സ് വരുന്ന ഫോൺസ് വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഓവറോൾ നല്ലൊരു ബ്രാൻഡാണ് നത്തിങ്. അടുത്തത് ആൻഡ്രോയിഡിൻ്റെ മുതലാളിയായ ഗൂഗിൾ ഫോൺസ് നമുക്കറിയാം. ഗൂഗിൾ പിക്സൽ ഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ ഗൂഗിളിൻ്റെ ഫോൺസാണ് ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ് വരാറുള്ളത്. ലോങ് ടേം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടും, നല്ല പെർഫോമൻസ് കിട്ടാറുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പിക്സൽ ഫോൺസിൽ കിട്ടും, ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും. അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നമുക്ക് ഗൂഗിൾ ഫോൺസിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഗൂഗിളിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ സർവീസ് സെൻ്ററാണ്. അതല്ലാതെ ഫോണിൻ്റെ കാര്യം നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് വരുന്ന ഫോണാണ് ഗൂഗിൾ പിക്സൽ ഫോൺസ്. അടുത്ത് പറയാനുള്ളത് ഷിയോമി ഫോൺസാണ്. MI, റെഡ്മി, പോക്കോ ഫോൺസൊക്കെ പല യുണീക്കായിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് MI വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം. MI ഫോൺസിൻ്റെ പ്രത്യേകത, നമുക്കിപ്പോൾ കസ്റ്റം റോമൊക്കെ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കസ്റ്റമൈസേഷൻ ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് MI ഫോൺസാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് MI ഫോൺസിൽ വരാറില്ല. നല്ല ലാഗ് വരുന്ന UI ആണ് പല സമയത്തും നമുക്ക് കിട്ടാറുള്ളത്. അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ പോക്കോ X3 Pro പോലെയുള്ള ഫോൺസൊക്കെ യൂസ് ചെയ്തവർക്ക് മദർ ബോർഡ് ഡെഡ് ആവുന്ന ഇഷ്യൂസ് വരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ട് കസ്റ്റമേഴ്സിന് എക്സ്റ്റൻഡ് വാറണ്ടി MI കൊടുത്തു. അതുപോലെ റെഡ്മി നോട്ട് 10 സീരീസിലുള്ള ഫോൺസ്, പോക്കോ X2, ഇങ്ങനെയുള്ള പല ഫോൺസിനും പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഡെഡ് ആവുന്ന ഇഷ്യൂ, ഇങ്ങനെ പല ഇഷ്യൂസും പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് MI ഫോൺസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നോട് ആരെങ്കിലും ഒരു ഫോൺ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ MI ഫോൺസ് സജസ്റ്റ് ചെയ്യില്ല. കാരണം നമുക്കത് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പല പ്രശ്നങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. MI സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സൊക്കെ ഉറങ്ങുന്ന സമയത്താണോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് വരെ നമുക്ക് തോന്നും. അത്രയും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള അപ്ഡേറ്റ്സും പല പ്രശ്നങ്ങളും MI ഫോൺസിൽ വരുന്നുണ്ട്. സോ ഷിയോമി ഫോൺസ് ഇപ്പോൾ എടുക്കണമെന്ന് ചോദിച്ചാൽ എടുക്കുന്നത് റിസ്ക് ആണ്. കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഈ കമ്പനി നല്ല രീതിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുന്നതാവും ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഒരു റിസ്ക് ആണ്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫോൺ കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ മദർ ബോർഡ് ഡെഡ്, ക്യാമറ ഡെഡ് ആവുന്ന ഇഷ്യൂസ്, അങ്ങനെ പല ഇഷ്യൂസ് വരും. സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് പല ഇഷ്യൂസും വരും. സോ ഷിയോമി ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് നല്ലൊരു ബ്രാൻഡാണെന്ന് പറയാൻ കഴിയില്ല. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളതാണ് മോട്ടോറോള. കഴിഞ്ഞ വർഷം കുറേ നല്ല ഫോൺസ് മോട്ടോറോള പുറത്തിറക്കിയിട്ടുണ്ട്. നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് വരുന്ന ഫോൺസ് മോട്ടോറോള ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുറേയധികം 5G ബാൻഡ്സ് വരുന്ന ഫോൺസാണ് മോട്ടോ ഈയിടെയായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫോൺസും. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ മോട്ടോറോള കുറച്ച് പുറകിലാണ്. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ആപ്പിളിനെ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആപ്പിൾ എന്ന് പറയുമ്പോൾ അത് വേറൊരു കാറ്റഗറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.